പിന്നെ കുറെ കൊല്ലങ്ങൾ ഞാൻ കഷ്ടപ്പെട്ട് റെസ്റ്റോറൻറ്റിൽ പോയി ഊമ്പി പണിയെടുത്ത് ഡിപ്രഷൻ അടിച്ച് അവസാനം ഞാൻ ടി വി വാങ്ങി. ഇതാണ് ആമസോണിൽ ഇപ്പോഴത്തെ ഇതിന്റെ പ്രൈസ്, $248 സംതിങ്. എനിക്ക് കിട്ടിയത് എത്രയാണ്, $200 and something. ഇതിലാണ് വന്നത് ഒരു കവറിൽ. പിന്നെ ഒരു സ്റ്റിക്കർ പോലത്തെ വന്നു, അതെടുത്തു. അതിൻ്റെ ഇപ്പം സ്ക്രൂസ് കിട്ടി 2 പാക്കറ്റില്, ക്വാളിറ്റി പ്ലാസ്റ്റിക്കില് 2 സ്റ്റാൻഡ് കിട്ടി, പിന്നെ 2 ബാറ്ററി കിട്ടി റിമോട്ടിന്, പിന്നെ ജാമ്പിന്റെ കാലത്ത് ഒരു പഴയ റിമോട്ട്, ഒന്ന് ഒപ്റ്റിക്കൽ ഇന്ന് കൊണ്ടൊരു അഡാപ്റ്റർ, പിന്നെ 2 USB, പിന്നെ ഒരു AV-ന്റെയും, പിന്നെ 2 HDMI, ഒന്ന് EARC എന്താണെന്ന് എനിക്കറിയില്ല, പിന്നെ ഒരു ടിവിയുടെ ഒരു ലാൻ, ഒരു ഗ്ലെയർ ഇതൊക്കെ അടിക്കുന്ന ടിവിയിൽ. അപ്പൊ ബാക്കിൽ എന്തെങ്കിലും ലൈറ്റ് വെച്ച് ഒമ്പി പോകും. ഈ ടിവിന്റെ ഗ്ലാസ് ഒട്ടിച്ചത് ഒരു ഡബിൾ സ്റ്റിക്ക് ടേപ്പ് പോലത്തേലാണ് തോന്നുന്നത്. അതുകൊണ്ട് അടുത്ത് നിന്നിട്ട് ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. കയറുമ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കൊടുത്തു, അതൊരു 20 മിനിറ്റിൽ അപ്ഡേഷനായി. ഞാൻ എൻ്റെ ഇന്റർനെറ്റിൽ 4K വീഡിയോ പ്ലേ ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ പക്ഷെ കളേഴ്സ് ഒക്കെ നൈസാണ്, കളേഴ്സ് കറക്റ്റ് ആണ്. HDR10 ഇതാണ് തോന്നുന്നത്. കളേഴ്സ് അത്യാവശ്യം അക്യുറേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഉണ്ട് എൻ്റെ മുമ്പ് ഇന്റർനെറ്റ്. ഇതേണ്ട അടുത്തുനിന്ന് ഇങ്ങനെ നമ്മൾ നല്ല അടുത്ത് വെച്ചിട്ട് ഒരു പ്രാന്തനെ പോലെ കണ്ണ് സ്ക്രീനിൽ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് പിക്സൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷെ അത്യാവശ്യം ഒരു ഡിസ്റ്റൻസ് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല. നൈറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ കണ്ണൊക്കെ അടിച്ചു പോകും. കൂട്ടാനും കുറയ്ക്കാനും പറ്റും, അതിന്റെ സെറ്റിങ്സ് ഉണ്ട് ഇതിൽ. പക്ഷെ അത് ഭയങ്കര ക്വാളിറ്റി ഒക്കെ ഭയങ്കര ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു വൈറ്റ് ഫിൽറ്റർ ആഡ് ചെയ്ത പോലെ ഉണ്ടാവും, ഊമ്പിയ പോലെ ഉണ്ടാവും. അതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ മാക്ബുക്കിന്റെ അത്ര ബ്രൈറ്റ്നസ്സും ഇത് പോവില്ല. ബ്രൈറ്റ്നസ് കുറച്ച് ലിമിറ്റഡ് ആണ്. പിന്നെ ഇതുണ്ട് ഇതിന്റെ സിനിമ കാണുമ്പോഴും ഇത് ഗെയിംസ് കളിക്കുമ്പോഴും യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കുമ്പോഴും എന്താണെന്ന് വെച്ചാൽ എല്ലാതും ഒരു പിക്ചർ ടൈപ്പ്, അതായത് ഒരു പെയിന്റിങ് പോലെയൊക്കെ ഒരു ഫീൽ ചെയ്യും ചില സമയത്ത്. അത് നോയ്സ് റിഡക്ഷൻ ആക്റ്റീവ് ആയതുകൊണ്ടാണോ അല്ലയോ എന്നറിയില്ല, പക്ഷെ എല്ലാതും ഒരു പെയിന്റിങ് പോലെ ഒരു ഇടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ അടുത്തുനിന്ന് സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത്. പ്രൊഫഷണൽ വീഡിയോഗ്രാഫി വലിയ അത്ര ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു പഴയ കാലത്ത് റിമോട്ട് ഉപയോഗിക്കാം, വലിയ കാര്യമില്ല. സൗണ്ട് ആവറേജ്, അത്ര വലിയ ക്വാളിറ്റി ഒന്നും കിട്ടില്ല, എന്നാലും കൊടുക്കുന്ന പൈസക്ക് ഉള്ള സൗണ്ട് ഉണ്ട്. അത്യാവശ്യം ലൗഡാണ്, ആവറേജ്, വലിയ കുഴപ്പമില്ല. സ്റ്റൈസ് ആൻഡ് വോയിസ് അങ്ങനെ പറഞ്ഞ എന്തൊരു സംഭവമാണ്. അതിൽ കുറെ അഡ്വർടൈസ്മെന്റ് തന്നെ ഉണ്ടാവും ഓപ്പൺ ചെയ്യുന്ന സമയത്ത്. പിന്നെ കുറെ ഇങ്ങനത്തെ ബ്ലോട്ടൊക്കെ ഉണ്ടാവും. പിന്നെ അത്യാവശ്യം എന്താണ് റെസ്പോൺസീവ് ആണ്, പക്ഷെ ചില സമയത്ത് ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിലിങ്ങനെ മോഡ് സെറ്റ് ചെയ്യാൻ പറ്റും. മൂവി മോഡ്, സ്റ്റാൻഡേർഡ് മോഡ്, ഡൈനാമിക് മോഡ്, ഓരോരോ കളർ ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ ഇതാണ് ഇതിന്റെ ഓഫ് ബട്ടൺ, ഓൺ ബട്ടൺ ടിവിന്റെ അടിയിൽ. ബൈ.